കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പരാതി പരിഹാര അദാലത്ത് ആലപ്പുഴ ജില്ലയിൽ വെള്ളിയാഴ്ച ആരംഭിക്കും. ആദ്യ അദാലത്ത് ചേർത്തല താലൂക്കിൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന് പ്രണാമം. സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച മഹാനായ നേതാവാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ 148ാം ജയന്തി ആഘോഷം ചങ്ങനാശ്ശേരിയിൽ നടന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പരിഷ്കരണത്തിലേക്ക് നയിച്ച വിപ്ലവകാരിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് രമേശ് ചെന്നിത്തല. ആലപ്പുഴ കാട്ടൂരിൽ മുഖംമൂടി ആക്രമണം. പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ അടിച്ചു വീഴ്ത്തി ബോധം കെടുത്തി കെട്ടിയിട്ടു. മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം തുടരുന്നു. KPSCയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. 5 നാൾ നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 75 പേർ ചേർന്ന് തിരിതെളിച്ചതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ജനുവരി 4, 5 തീയതികളിലായി ആലപ്പുഴയിൽ 3 വേദികളിലായി 11 ഇനങ്ങളിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നേതാക്കൾ. വാർത്തകൾ വിശദമായി. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പരാതി പരിഹാര അദാലത്തിന് ആലപ്പുഴ ജില്ലയിൽ വെള്ളിയാഴ്ച തുടക്കമാവും. ആദ്യ അദാലത്ത് ചേർത്തല താലൂക്കിലാണ്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് വെള്ളിയാഴ്ച രാവിലെ അദാലത്ത് ആരംഭിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് താലൂക്ക് ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കം. ആദ്യ അദാലത്ത് ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനത്ത് വെള്ളിയാഴ്ച രാവിലെ 9:30 മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ KC വേണുഗോപാൽ MP, MLAമാരായ PP ചിത്തരഞ്ജൻ, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ എന്നിവർ മുഖ്യ സാന്നിധ്യമാകും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ ADM ആശാ C. എബ്രഹാം എന്നിവർ പങ്കെടുക്കും. ഉദ്ഘാടന സമയത്തിന് ശേഷം 10 മണിയോടുകൂടി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിക്കും. ചേർത്തല താലൂക്കിൽ 678 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അദാലത്ത് ദിവസം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലും നിയമവും ചട്ടങ്ങളും പരിശോധിച്ച തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രത്യേക അധികാരം മന്ത്രിമാർക്ക് സർക്കാർ നൽകിയിട്ടുണ്ട്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും അദാലത്ത് വേദിയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. റിസപ്ഷൻ, അന്വേഷണ കൗണ്ടറുകൾ, ലഘുഭക്ഷണ സൗകര്യം, വൈദ്യസേവനം, കുടിവെള്ളം എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും അദാലത്ത് വേദികളിൽ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. അമ്പലപ്പുഴ താലൂക്ക് അദാലത്ത് ജനുവരി 4 ശനിയാഴ്ച ആലപ്പുഴ സെന്റ് ജോസഫ് HSSലും, കുട്ടനാട് താലൂക്ക് അദാലത്ത് ജനുവരി 6 തിങ്കളാഴ്ച മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ റൈസ് റിസർച്ച് സ്റ്റേഷനിലും, കാർത്തികപ്പള്ളി താലൂക്ക് അദാലത്ത് ജനുവരി 7 ചൊവ്വാഴ്ച ചേപ്പാട് താമരശ്ശേരി കൺവെൻഷൻ സെന്ററിലും, ചെങ്ങന്നൂർ താലൂക്ക് അദാലത്ത് 13 ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലും, മാവേലിക്കര താലൂക്ക് അദാലത്ത് ജനുവരി 14 മാവേലിക്കര ബിഷപ്പ് ഹോർജസ് സ്കൂളിലുമാണ് നടക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന് പ്രണാമം. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി സ്വജീവിതം സമർപ്പിച്ച മഹാനായ ആചാര്യനാണ് മന്നത്ത് പത്മനാഭൻ. 1878 ജനുവരി 2 മന്നത്ത് പത്മനാഭന്റെ ജനനം. പെരുന്നയിൽ മന്നത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും വാകത്താനം നീലമനയില്ലത്ത ഈശ്വരൻ നമ്പൂതിരിയുടെയും പുത്രനായി ജനിച്ച അദ്ദേഹത്തിന് മാതാവിൻ്റെ വാത്സല്യം മാത്രമായിരുന്നു ആശ്രയമായി ഉണ്ടായിരുന്നത്. 5ാമത്തെ വയസ്സിൽ അമ്മ എഴുത്തിനിരുത്തി. 8 വയസ്സുവരെ കളരിയാശാന്റെ ശിക്ഷണത്തിൽ കഴിയവേ സാമാന്യം നല്ലവണ്ണം എഴുതുവാനും വായിക്കുവാനും കണക്കുകൂട്ടുവാനും പഠിച്ചു. ചങ്ങനാശ്ശേരിയിലുള്ള സർക്കാർ സ്കൂളുകളിൽ ചേർന്നെങ്കിലും സാമ്പത്തിക പരാധീനതകളാൽ അവിടെ പഠനം തുടരാൻ കഴിഞ്ഞില്ല. ബാല്യകാലത്ത് തന്നെ തുള്ളൽ കഥകൾ, ആട്ടക്കഥകൾ, നാടകങ്ങൾ മുതലായ സാഹിത്യഗ്രന്ഥങ്ങൾ വായിച്ച് ഭാഷാജ്ഞാനവും സാഹിത്യവാസനയും പരിപുഷ്ടമാക്കി. സർക്കാർ കീഴ്ജീവന പരീക്ഷ വിജയിച്ചതിനു ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു. താമസിയാതെ തന്നെ ഒരു മാതൃകാ അധ്യാപകൻ എന്ന പേര് സമ്പാദിച്ചു. പിന്നീട് പല സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഥമാധ്യാപകനായി ജോലി നോക്കി. 27ാമത്തെ വയസ്സിൽ മിഡിൽ സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ ഹെഡ്മാസ്റ്ററുടെ നീതി നിഷേധ നടപടിയിൽ പ്രതിഷേധിച്ച ഉദ്യോഗം സ്വയം രാജിവെച്ചു. 1914 ഒക്ടോബർ 31 നായർ സമുദായ ഭൃത്യജന സംഘം രൂപീകരിച്ച അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നാമധേയം നായർ സർവീസ് സൊസൈറ്റി എന്നാക്കുകയും പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്തുകയും ചെയ്തു. സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 1924 നടന്ന ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സവർണജാഥ,
ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ സംഘടനാ ചാതുരിയെയും നേതൃപാടവത്തെയും പ്രക്ഷോഭണ വൈദഗ്ധ്യത്തെയും വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 20 വർഷങ്ങൾക്ക് മുൻപേ തന്നെ തന്റെ പരദേവതയായ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീക്ഷേത്രം അവർക്കായി തുറന്നുകൊടുത്ത മഹാസംഭവം യഥാസ്ഥിതികരുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. 1914 ഒക്ടോബർ 31 മുതൽ 1945 ഓഗസ്റ്റ് 17 വരെ 31 വർഷക്കാലം NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് 3 വർഷം പ്രസിഡന്റായി. 1947 സംഘടനയുമായുള്ള ഔദ്യോഗിക ബന്ധങ്ങൾ വേർപെടുത്തി സ്റ്റേറ്റ് കോൺഗ്രസിനും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭണത്തിനും നേതൃത്വം നൽകി. പുതുകുളത്ത് ചേർന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ ചെയ്ത പ്രസംഗത്തെ തുടർന്ന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. പ്രായപൂർത്തി വോട്ടവകാശപ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായി നടന്ന തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭാ സാമാജികനായി. 1949 ഓഗസ്റ്റിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായി. മികച്ച ഒരു വാഗ്മിയായിരുന്നു അദ്ദേഹം. സരളമായ ഭാഷാശൈലിയും രചനാരീതിയും അദ്ദേഹത്തിന് അധീനമായിരുന്നു. വൈകിയാണെങ്കിലും 2014 സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജനുവരി 2 പൊതു അവധിയായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയുണ്ടായി. നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത സ്വസമുദായത്തിന്റെ പുരോഗതിയിലൂടെ സമൂഹ നന്മയ്ക്കായി ജീവിതാവസാനം വരെ കഠിനാധ്വാനം ചെയ്ത കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. തന്റെ കർമ്മപഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ സമുദായത്തെ സജ്ജമാക്കിയ പ്രതിപാദനായ അദ്ദേഹം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വരുത്തിയ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. സമൂഹ താൽപര്യത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും രാജ്യ താൽപര്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്നും ബദ്ധശ്രദ്ധനായിരുന്ന അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ദുർവ്യയങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. കർമ്മപ്രഭാവത്താൽ ശൂന്യതയിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവതാര പുരുഷനും സാധാരണക്കാരിൽ സാധാരണക്കാരനുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ നിലപാടുകൾക്കും ദർശനങ്ങൾക്കും പ്രസക്തിയും പ്രശസ്തിയും ഇപ്പോഴും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം. വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കെ 1970 ഫെബ്രുവരി 25 അദ്ദേഹം ഭൗതികമായി നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മസാന്നിധ്യം ജീവവായുവായി കരുതുന്ന സമുദായവും നായർ സർവീസ് സൊസൈറ്റിയും ക്ഷേത്ര മാതൃകയിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സങ്കേതം സ്ഥാപിച്ച് അദ്ദേഹത്തെ ഈശ്വരതുല്യം ആരാധിക്കുന്നു. ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ ഏതു നീക്കത്തിനും ആരംഭം കുറിക്കുന്നത് ആ സന്നിധിയിൽ നിന്നുമാണ്. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷം ചങ്ങനാശ്ശേരി പെരുന്നയിൽ നടന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പരിഷ്കരണത്തിലേക്ക് നയിച്ച വിപ്ലവകാരിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ഉജ്ജ്വലമായ സ്മരണകളാണ് ഇവിടെ ഇരുമ്പി നിൽക്കുന്നത്. പത്മനാഭ പ്രഭയിൽ പെരുന്ന പ്രശോഭിതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും ആണ്ടു കിടന്ന നായർ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ മാത്രമല്ല അദ്ദേഹം ചെയ്തത്, കേരളത്തിലെ ആകമാനം പുരോഗതിയുടെ വഴികൾ കാട്ടിക്കൊടുക്കാനും ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. മന്നത്ത് പത്മനാഭന്റെ മഹാമേരു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന ഒരു നിമിഷം നമ്മൾ ഓർത്തു നോക്കുക. അപ്പോഴാണ് ആ മനുഷ്യൻ എന്തെല്ലാമായിരുന്നു എന്ന്, നമുക്കായി എന്തെല്ലാം ചെയ്തുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ നൽകിയ കാര്യങ്ങൾ, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആരാധ്യനായ സമുദായ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ നായർ സമുദായം തയ്യാറാകണം. അധ്വാനിച്ച് ആഹാരം കഴിച്ച് ഉറങ്ങാവൂ എന്ന നിശ്ചയം സമൂഹത്തിലെ ആണിനും പെണ്ണിനും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടണം. ഇതാണ് സമുദായ ആചാര്യൻ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അധ്വാനിക്കാൻ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ അധ്വാനിച്ച് ജീവിക്കാനും അതോടൊപ്പം തന്നെ ആണും പെണ്ണും ഒരുപോലെ അധ്വാനിച്ച് ജീവിക്കാനുമാണ് നമ്മളെ അദ്ദേഹം പഠിപ്പിച്ചത്. സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്ന ആചാര്യനായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഒരുപക്ഷെ സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധ്യമല്ല.
അനീതികൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള മന്നത്ത് പത്മനാഭൻ്റെ പോരാട്ടം ചരിത്രത്തിലെ സുവർണ അധ്യായമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള NSSൻ്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പങ്കെടുത്തു. ട്രഷറർ NV അയ്യപ്പൻപിള്ള നന്ദി പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. മന്നം ജയന്തിയോടനുബന്ധിച്ച് നാടെങ്ങുമുള്ള NSS കരയോഗങ്ങളിലും മറ്റ് അനുബന്ധ സംഘടനകളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ചേർത്തല ടൗൺ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. जय जय NSS जय जय NSS जय जय मन्नन जयंती जय जय मन्नन जयंती जय जय NSS जय जय NSS जय जय मन्नते पद्मनाഭൻ. ചേർത്തല ടൗൺ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. കരയോഗ ഭരണസമിതി അംഗങ്ങൾ, വനിതാ സമാജം, സ്വാശ്രയ സംഘം അംഗങ്ങൾ എന്നിവർ ചേർന്ന് ആചാര്യൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രസിഡന്റ് GS നായർ കരയോഗാങ്കണത്തിൽ പതാക ഉയർത്തി. സെക്രട്ടറി KN സുരേഷ് കുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് KP വേണുഗോപാൽ, ട്രഷറർ R. ജയപ്രകാശ്, വനിതാ സമാജം പ്രസിഡന്റ് സുശീല അരവിന്ദ്, വനിതാ സമാജം സെക്രട്ടറി സിമി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടമ്മയെ ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം ജനലിൽ കെട്ടിയിട്ടു. ആലപ്പുഴ കലവൂർ കാട്ടൂരിലാണ് സംഭവം. മണ്ണഞ്ചേരി പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരും. ആലപ്പുഴ കാട്ടൂരിലെ മുഖംമൂടി ആക്രമണം അന്വേഷണം ഊർജിതം. മാരാർകുളം തെക്ക് പഞ്ചായത്ത് 19-ാം വാർഡ് കാട്ടൂർ പുത്തൻപുരയ്ക്കൽ ജോൺകുട്ടിയുടെ ഭാര്യ 58 വയസ്സുള്ള തങ്കമ്മയാണ് ആക്രമണത്തിന് ഇരയായത്. ബുധനാഴ്ച രാവിലെ ജോലിക്ക് പോയ മകൻ ജോൺ പോൾ ഉച്ചയോടെ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മാതാവിനെ അബോധാവസ്ഥയിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടത്. തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ചെട്ടിക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. അക്രമിയുടെ മർദ്ദനത്തിൽ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബോട്ടിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഭർത്താവ് ജോൺ 2 ആഴ്ച കൂടുമ്പോൾ മാത്രമാണ് വീട്ടിൽ വരാറുള്ളത്. മകൻ ജോൺ പോൾ രാവിലെ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. തിരികെ എത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാതിരുന്നതോടെ അടുക്കള ഭാഗത്ത് ചെല്ലുകയും തുറന്നു കിടന്ന വാതിലൂടെ അകത്ത് കയറുകയുമായിരുന്നു. അടുക്കളയ്ക്ക് സമീപത്തുള്ള മുറിയിൽ ജനൽ കമ്പിയോട് ചേർത്ത് കെട്ടിയിട്ട നിലയിലാണ് തങ്കമ്മയെ കണ്ടത്. അപ്പോൾ തങ്കമ്മ അബോധാവസ്ഥയിലായിരുന്നു. കിടപ്പുമുറിയിലെ അലമാര തുറന്ന് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. സ്വർണം വീട്ടിൽ സൂക്ഷിക്കാത്തതിനാൽ ഇവ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജോൺ പോൾ പറഞ്ഞു. ജോണിൻ്റെ മുറിയിൽ 3000-ഓളം രൂപയും ഉണ്ടായിരുന്നു. എങ്കിൽ ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. മണ്ണഞ്ചേരി പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ആളുകൾ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി അത് ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു പ്രദേശമാണ്, നാട്ടിൻപുറമാണ്. അപ്പം അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:45 ഈ വീട്ടിൽ ഉള്ള ഈ വിക്റ്റിമായ സ്ത്രീയുടെ മോൻ തൊഴിൽ സംബന്ധമായ കാര്യത്തിന് വേണ്ടി പുറത്തു പോയി. അതിനുശേഷം ഈ അമ്മ കിടന്നു ഉറങ്ങി. 8 മണിയോടുകൂടി ആണ് ഇതേ രീതിയിലൊരു അക്രമം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. അവരുടെ ഇപ്പം ഈ സംഭവത്തിന് ശേഷം കൂടുതൽ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികാഘാതത്തിലാണ് നമ്മുടെ ഈ വിക്റ്റിമായിട്ടുള്ള സ്ത്രീകളുള്ളത്. അവർ അത് ആ മാനസിക നില ആ പ്രയാസം തരണം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ വ്യക്തത കിട്ടുന്ന രീതിയിൽ അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ആലപ്പുഴ DYSP MR മധുബാബു, മണ്ണഞ്ചേരി CI ടോൾസൺ ജോസഫ്, SI KR ബിജു തുടങ്ങിയവർ സ്ഥലത്തെത്തി ആണ് തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണം തുടരുകയാണെന്ന് DYSP MR മധുബാബു പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. KPAC 75-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ നിറവിൽ. പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. 5 നാൾ നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള 75 പ്രശസ്തർ ചേർന്ന് ദീപം കൊളുത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. KPACയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ആലപ്പുഴയിൽ തുടക്കം. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന KPAC നാടക സമിതി 75-ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ നിറവിലാണ്.
5 നാൾ നീളുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആലപ്പുഴയിൽ ആരംഭിച്ചു. ആലപ്പുഴ ടൗൺ ഹാളിന് മുന്നിൽ 75 പ്രമുഖ വ്യക്തികൾ ചേർന്ന് ദീപം തെളിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം ഗാന രചയിതാവ് രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ കാളിദാസ കലാകേന്ദ്രത്തിൽ 3 വർഷം പാട്ടെഴുതിയ ഒരു അപൂർവമായ ഭാഗ്യം ഞാൻ അനുഭവിക്കുകയാണ്. നാടകം അത്രയേറെ എന്നെ ആത്മബന്ധത്തോടെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ഞാൻ ഏറ്റിയതിനേക്കാൾ കൂടുതൽ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ബിസ്മോനോട് എന്നെ യോഗത്തിൽ വിളിച്ചപ്പോൾ പറയുകയായിരുന്നു, കഴിഞ്ഞ ഈ തലമുറയിൽ ആർക്കും കിട്ടാത്ത കുറേ നാടകാനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ തലമുറ എന്ന് പറയുമ്പോൾ 50 വയസ്സിന് താഴെ ഒക്കെ കൂട്ടിയാണ്, കമ്പയർ ചെയ്യാൻ പോലും മറ്റൊരാളില്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ. KLDC ചെയർമാൻ PV സത്യനേശൻ അധ്യക്ഷനായി. വിപ്ലവ ഗായിക PK മേദിനി ടീച്ചർ, MLA മാരായ H സലാം, PP ചിത്തരഞ്ജൻ, CPI ദേശീയ കൗൺസിൽ അംഗം TT ജിസ്മോൻ, ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, KPAC സെക്രട്ടറി ഷാജഹാൻ, നെടുമുടി ഹരികുമാർ, PP സംഗീത, R സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തോട്ടപ്പള്ളി മത്സ്യഗ്രാമം പ്രദേശം സന്ദർശിച്ചു. മത്സ്യഗ്രാമം പദ്ധതിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് മത്സ്യഗ്രാമങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തോട്ടപ്പള്ളി മത്സ്യഗ്രാമത്തിൽ ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലാകെ 100 മത്സ്യഗ്രാമങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ 6 മത്സ്യഗ്രാമങ്ങളാണ് ആദ്യഘട്ടമായി പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി, അഴീക്കൽ മത്സ്യഗ്രാമങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് മത്സ്യഗ്രാമങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, പദ്ധതി നടത്തിപ്പ് നിർവഹിക്കുന്നതും. കേന്ദ്ര സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ മത്സ്യഗ്രാമത്തിലെയും തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ വരുമാനദായക പദ്ധതികളും മത്സ്യഗ്രാമത്തിലെ പൊതുവായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുമാണ് പദ്ധതി വഴി നടപ്പാക്കുന്നത്. 2 കോടി രൂപയാണ് ഇതിനായി ഓരോ മത്സ്യഗ്രാമത്തിനും അനുവദിക്കുന്നത്. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തോട്ടപ്പള്ളി ഹാർബർ 2ാം ഘട്ട വികസനത്തിനായി PMMSY സ്കീമിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച 149 കോടിയുടെ പദ്ധതിക്ക് കേന്ദ്രാനുമതി നൽകണമെന്ന് കേന്ദ്രമന്ത്രിയോട് H സലാം MLA ആവശ്യപ്പെട്ടു. യോഗത്തിൽ H സലാം MLA, ഫിഷറീസ് അഡീഷണൽ ഡയറക്ടർ സ്മിത R നായർ, പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് A സുദർശനൻ, ജോയിന്റ് ഡയറക്ടർമാരായ H സലീം, AP സതീഷ് കുമാർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യംസ്, മത്സ്യഫെഡ് ജില്ലാ മാനേജർ B ഷാനവാസ്, മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ അംഗം C ഷാംജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷൻ K രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ഉണ്ണി, അംഗങ്ങളായ R സുനി, ലീന രജനീഷ്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സിബി സോമൻ, മിലി ഗോപിനാഥ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ KJ ഏഞ്ചൽ അയന, ഡെവലപ്മെന്റ് ഓഫീസർ R രാഗേഷ്, M സോമൻ, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ജനുവരി 4, 5 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കും. ആലപ്പുഴ നഗരത്തിലെ 3 വേദികളിലായി 11 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DYFIയുടെ മുഖമാസികയായ യുവതാരയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊച്ചിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2ാം സീസൺ ജനുവരി മാസം 9 മുതൽ 12 വരെ ഫോർട്ട് കൊച്ചിയിൽ നടത്തപ്പെടുകയാണ്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ആ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രചരണാർത്ഥം DYFIയുടെ നേതൃത്വത്തിൽ മേഖലാ കമ്മിറ്റികൾ മുതൽ വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. നമ്മുടെ ജില്ലയിൽ മേഖലാതലത്തിലെ മത്സരങ്ങൾ പൂർത്തീകരിച്ച് ഇന്നുകൊണ്ട് ബ്ലോക്ക് തലങ്ങളിലെ മത്സരങ്ങൾ പൂർത്തീകരിക്കും. 15 ബ്ലോക്കുകളിലുമായി നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടുന്ന ആളുകൾ ഈ വരുന്ന 4, 5 തീയതികളിലായി ആലപ്പുഴ ജില്ലാ കേന്ദ്രത്തിൽ നടത്തുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. ജില്ലാതല മത്സരം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ വെച്ചാണ്. 4-ാം തീയതി 8 മത്സരങ്ങളും 5-ാം തീയതി സ്റ്റേജ് മത്സരങ്ങൾ ഉൾപ്പെടെ 3 മത്സരങ്ങൾ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ജനുവരി 4, 5 തീയതികളിൽ സംഘടിപ്പിക്കുന്നു. ബ്ലോക്ക് തല മത്സരങ്ങളിൽ വിജയിച്ച മത്സരാർത്ഥികളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. 3 വേദികളിലായി 11 ദിനങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത്. കവിതാരചന, ഉപന്യാസരചന,
കവിതാലാപനം, കഥരചന, വിപ്ലവഗാനം, മലയാളം പ്രസംഗം, ക്വിസ്, തെരുവുനാടകം, നാടൻപാട്ട്, ഗസൽ, മ്യൂസിക് ബാൻഡ് എന്നിവയാണ് മത്സര ഇനങ്ങൾ. മത്സരത്തിനും ബ്ലോക്ക് തല വിജയികളായ 15 പേർ വീതം പങ്കെടുക്കും. മത്സര വിജയികൾക്ക് മൊമെന്റോവും സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും നൽകും. നാടൻപാട്ട് വിജയികൾക്ക് മാരാരിക്കുളം ബ്ലോക്ക് കമ്മിറ്റി നൽകുന്ന എം രജീഷിന്റെ പേരിലുള്ള എവർറോളിംഗ് ട്രോഫിയും ഉണ്ടാവും. പ്രധാന വേദിയായ NGO യൂണിയൻ ഹാളിന്റെ കവാടത്തിന് MT സ്ക്വയർ എന്നും, വേദി 1 തൂലിക, വേദി 2 സിംഫണി, വേദി 3 അറിവ് എന്നിങ്ങനെയാണ് പേരുകൾ. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപമുള്ള NGO യൂണിയൻ ഹാൾ, മുനിസിപ്പൽ ടൗൺ ഹാൾ എന്നിവയാണ് വേദികൾ. ജനുവരി 4 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം പ്രശസ്ത സിനിമാ താരം ഡോക്ടർ ആതിര ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. സുരേഷ് കുമാർ അധ്യക്ഷനാവും. ജെയിംസ് സാമുവൽ സ്വാഗതം ആശംസിക്കും. സലാം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കേന്ദ്ര കമ്മിറ്റി അംഗം R. രാഹുൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രമ്യ രമണൻ, MS. അരുൺകുമാർ, MLA C. ശ്യാംകുമാർ എന്നിവർ പങ്കെടുക്കും. സമാപന സമ്മേളനം ജനുവരി 5 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് NGO യൂണിയൻ ഹാളിൽ വെച്ച സിനിമാ താരം ഇർഷാദ് അലി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ R. നാസർ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തും. PP ചിത്രരഞ്ജൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ എന്നിവർ പങ്കെടുക്കും. 5 മണി മുതൽ KPSC ലളിത സ്ക്വയറായ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഗൗരി കൃഷ്ണയോടൊപ്പം ആര്യക്കര ബ്രദേഴ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ ചെണ്ട ഫ്യൂഷൻ ഉണ്ടായിരിക്കും. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R. രാഹുൽ, ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, പ്രസിഡന്റ് S. സുരേഷ് കുമാർ, ട്രഷറർ രമ്യ രമണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം C. ശ്യാംകുമാർ എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 7-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 17 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചത്. സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 17 ലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 7-ാം വാർഡിലെ 9-ാം നമ്പർ അംഗനവാടിയാണ് സലാം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ നിയോജക മണ്ഡലം ഒരു ശിശു സൗഹൃദ മണ്ഡലമായി നമ്മുടെ മണ്ഡലത്തെ മാറ്റണം എന്നൊരു പദ്ധതി ഞങ്ങൾ കൂട്ടായിട്ട് ആരംഭിച്ച് തീരുമാനിച്ചത്. അതിൽ പഞ്ചായത്തിന് ലഭ്യമായ വയ്ക്കാൻ കഴിയുന്ന പൈസ പഞ്ചായത്ത് മാറ്റിവെക്കുകയും, ജില്ലാ പഞ്ചായത്ത് വയ്ക്കാൻ പറ്റുന്ന പൈസ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെക്കുകയും, ബ്ലോക്ക് പഞ്ചായത്ത് വയ്ക്കാനാവുന്നത് അവരും മാറ്റിവെക്കുകയും, ഈ 3 പഞ്ചായത്ത് സംവിധാനങ്ങൾ കഴിയുന്നത്രയും മാറ്റിവെക്കുകയും, കുറച്ചധികം സാധാരണ കവിഞ്ഞ് കുറച്ചധികം പൈസ MLA ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചിട്ട് നിർമ്മിച്ച് ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ഏതാണ്ട് 10ഓളം അംഗനവാടികൾ MLA ഫണ്ട് തന്നെ കൊടുത്തിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ, അംഗങ്ങളായ ജയലേഖ, ഗീതാകൃഷ്ണൻ, സുധർമ്മ ബൈജു, CDPO സുജാദേവി, CDS ചെയർപേഴ്സൺ G. ഇന്ദുലേഖ, K. മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം അജിത ശശി സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മയും പരിസരവും ഉത്സവച്ചായയിൽ. പാതിര മണൽ ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് വേമ്പനാട്ട് കായലിൽ ദീപം തെളിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഫെസ്റ്റ് വെള്ളിയാഴ്ച വൈകിട്ട് സമാപിക്കും. മുഹമ്മയും പരിസരവും ഉത്സവച്ചായയിൽ. പാതിര മണൽ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് തുടക്കം. വേമ്പനാട്ട് കായലിൽ വിളംബര ദീപം തെളിഞ്ഞു. കായിപ്പുറം ബോട്ട് ജട്ടിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. മൺചിരാതുകളിൽ തെളിഞ്ഞ ദീപങ്ങൾ കായലോളങ്ങളിൽ ഒഴുകി നീങ്ങുന്നത് സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ G. സതീഷ്, പഞ്ചായത്ത് അംഗം വിനോമ്മ രാജു, സംഘാടക സമിതി വൈസ് ചെയർമാൻ സന്തോഷ് ഷൺമുഖൻ, മുഹമ്മ CMS LPS PTA പ്രസിഡന്റ് വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കായ്പുറം ബോട്ട് ജട്ടിയും കായ്പുറം ജംഗ്ഷൻ, കായ്പുറം ബോട്ട് ജട്ടി റോഡും ആലപ്പുഴ തണ്ണീർമുക്കം റോഡും വൈദ്യുതി ദീപങ്ങളാൽ കുളിച്ചു നിൽക്കുകയാണ്. ടൂറിസ്റ്റുകൾക്കായി പഞ്ചായത്ത് നടത്തുന്ന പ്രത്യേക ബോട്ട് സർവീസിന് പുറമെ ജലഗതാഗത വകുപ്പും സ്വകാര്യ വ്യക്തികളും സർവീസുകൾ നടത്തുന്നുണ്ട്. കായ്പുറം ബോട്ട് ജട്ടിയിലും പാതിരാമണൽ ദ്വീപിലും വളണ്ടിയർമാരുടെ സേവനം ഉറപ്പാക്കി. ദ്വീപിലും കായ്പുറം ബോട്ട് ജട്ടിയിലും ഭക്ഷണശാലകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ദ്വീപിൽ കുട്ടികളുടെ പാർക്കും ഏറുമാടങ്ങളും മറ്റ് വിനോദോപാധികളും സജ്ജമാക്കി. കായ്പുറം ബോട്ട് ജട്ടിക്ക് സമീപം ഒരുക്കിയ സ്റ്റേജിലാണ് കലാപരിപാടികൾ നടക്കുന്നത്.
സമാപന ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 3-നാണ് വർണ്ണോജ്വലമായ സാംസ്കാരിക ഘോഷയാത്ര. ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ അണിനിരക്കും. തുടർന്ന് പ്രതിഭാസംഗമം, സമ്മേളനം എന്നിവ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിക്കും. ചേർത്തല MLA കൂടിയായ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സമ്മേളനത്തിന് ശേഷം പാലക്കാട് നിഴൽ അവതരിപ്പിക്കുന്ന നാടൻ പാട്ട് നിഴലാട്ടവും ഉണ്ടാകും. ടൈം ന്യൂസ് മുഹമ്മ. അമ്പലപ്പുഴ കരുമാടി ടാഗോർ കലാകേന്ദ്രത്തിൻ്റെ 46-ാം വാർഷികാഘോഷവും പുതുവത്സര പരിപാടികളും സമാപിച്ചു. H. സലാം MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മാനങ്ങളും വിതരണം ചെയ്തു. 4 ദിവസം നീണ്ടുനിന്ന കരുമാടി ടാഗോർ കലാകേന്ദ്രത്തിന്റെ 46-ാം വാർഷികാഘോഷവും പുതുവത്സര പരിപാടികളും സമാപിച്ചു. സമാപന ദിവസം സാംസ്കാരിക ഘോഷയാത്ര നടന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. സെറ്റ് സാരിയെല്ലാം കൊടുത്ത് ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ആ ഇരിക്കുന്ന ഓരോ അമ്മമാരും അവരുടെ ജീവിതകാലത്ത് എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ജീവിതം കരിപ്പിടിപ്പിക്കാൻ മണ്ണിൽ പണിയെടുത്തവരാണ്, അധ്വാനിക്കുന്നവരാണ്. അവരുടെ ചെറിയ പ്രായം തൊട്ട് ബാല്യകാലം തൊട്ടേയുള്ള ആ മുതിർന്ന ആളുകളുടെ ജീവിതം, ആ ജീവിത വഴികൾ എത്രമാത്രം പ്രയാസകരമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ കുഞ്ഞു തലമുറയോട് മുതിർന്നവർ കാര്യമായി പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളൊരു അനുഭവം നമുക്കുണ്ട്. നമ്മുടെ ഈ പ്രദേശം, കൊടകാല പ്രദേശം, അല്ലെങ്കിൽ ഇല്ലവറ ഭാഗം, അല്ലെങ്കിൽ തകഴി, കുട്ടനാട്, അങ്ങനെ നമ്മുടെ ജില്ലയിലെ ഈ കാർഷിക ഭൂപ്രദേശം, അവിടുത്തെ സാധാരണ തൊഴിലാളി വിഭാഗത്തിലെ കുടുംബാംഗങ്ങൾ, അവരെല്ലാം കടന്നു വന്ന ജീവിതം എന്ന് പറയുന്നത് ഇല്ലായ്മയുടെയും പ്രയാസത്തിന്റെയും അടിച്ചമർത്തലിന്റെയും സാമൂഹ്യമായി പിന്തള്ളപ്പെട്ട് കടന്നതിന്റെയൊക്കെ ഒരു മഹാചരിത്രം ഓരോ കുടുംബത്തിൽ നോക്കിയാലും കാണാൻ കഴിയും. പ്രസിഡന്റ് K. ഉദയഭാനു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, 2003 മികച്ച നാടക നടനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ഗിരീഷ് രവി എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗം റീന മതികുമാർ, ഡോക്ടർ P. S. ശ്രീലക്ഷ്മി, ടാഗോർ രക്ഷാധികാരി കരുമാടി മോഹനൻ, V. ഉത്തമൻ അമ്പലപ്പുഴ, ചമ്പക്കുളം രാധാകൃഷ്ണൻ, ഷാജി കരുമാടി, സജി ചന്ദ്രൻ, ബിനു ധർമ്മഗിരി, വിപിൻ കുമാർ, T. സുരേഷ്, ടാഗോർ സെക്രട്ടറി ശ്യാംകുമാർ, വൈസ് പ്രസിഡന്റ് ആഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ അനുമോദിച്ചു. തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമരയുടെ ശാന്തം നാടകവും അരങ്ങേറി. ടൈം ന്യൂസ് ആലപ്പുഴ. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPM-ലെ ഗീത ഷാജി രാജിവെച്ചു. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. ഇനിയുള്ള 1 വർഷക്കാലം CPI-ലെ മേരി ടെൽഷ്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാവും. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPM-ലെ ഗീത ഷാജി രാജിവെച്ചു. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. ഇനിയുള്ള 1 വർഷം CPI-ലെ മേരി ടെൽഷ്യ പ്രസിഡന്റാവും. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നടക്കാവ് റോഡിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ നടക്കാവ് ട്രേഡേഴ്സ് ചേംബറിൻ്റെ നേതൃത്വത്തിലുള്ള പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടന്നു. ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നടക്കാവ് റോഡിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ നടക്കാവ് ട്രേഡേഴ്സ് ചേംബറിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ തമ്മിൽ യാതൊരു പരിചയവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം ഇന്നിപ്പോൾ ഒരു കുടുംബസംഗമമാണ്. കാരണം കുടുംബസംഗമങ്ങൾ നടത്തി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പല കുടുംബാംഗങ്ങളെയും അറിയാൻ പറ്റുന്നു. അവരുടെ വേദനകളും പ്രശ്നങ്ങളും ആ കുടുംബങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്കറിയാൻ പറ്റും. NDC കൺവീനർ നിസരി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല CI G. അരുൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചേർത്തല പോലീസ് CRO P. K. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് KV സാബുലാൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. നഗരസഭ കൗൺസിലർമാരായ മിത്ര ബിന്ദാഭായി, ലിസി ടോമി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് കുമ്പയിൽ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം CT പ്രസാദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജോർജ് ചിക്കൂസ് സ്വാഗതവും CVR ഹരിദാസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദീപ് മാരാരി സംഘത്തിൻ്റെ ഗാനമേളയും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നവോദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ 36ാമത് വാർഷികവും പുതുവത്സരാഘോഷങ്ങളും സമാപിച്ചു. ഡിസംബർ 31, ജനുവരി 1 തീയതികളിലായിട്ടാണ് പുതുവത്സരാഘോഷവും വാർഷികവും സംഘടിപ്പിച്ചത്.
കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, സമ്മാനദാനം, കലാപരിപാടികൾ, ഗാനമേള തുടങ്ങിയവ വാർഷിക പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ചേർത്തല നൈപുണ്യ കോളേജ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നവോദയ പ്രസിഡന്റ് സച്ചിൻ ബെന്നി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഷീജ സന്തോഷ്, മുൻ ഭാരവാഹികളായ KJ എബിമോൻ, CP അജി തുടങ്ങിയവർ സംസാരിച്ചു. നവോദയ സെക്രട്ടറി ശിവപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ജിസ് അവരാച്ചൻ, വൈസ് പ്രസിഡന്റ് KS ശരണ്യ, ട്രഷറർ ജിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോട്ടയം മെഗാ ബീറ്റ്സിന്റെ ഗാനമേള നടന്നു. ആബാലവൃദ്ധം ജനങ്ങളും ഒത്തുകൂടി ആടിയും പാടിയും പുതുവത്സരത്തെ വരവേറ്റു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് തടുത്തുവെളി SN ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് സുധാംശു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് തടുത്തുവെളി SN ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഗാനരചയിതാവ് സുധാംശു ഉദ്ഘാടനം ചെയ്തു. 40-കളിലും 50-കളിലൊക്കെ 10-50 വർഷം മുമ്പ് TBക്ക് മരുന്നില്ല. ഇപ്പോൾ കുഷ്ഠവും ക്ഷയവും ഒക്കെ വരികയാണെങ്കിൽ, നമ്മുടെ പഴയ സിനിമകളൊക്കെ കണ്ടാലറിയാം, കുഷ്ഠവും ക്ഷയവും ഒക്കെ വരികയാണെങ്കിൽ അതിനകത്ത് നിന്നൊരു മുക്തിയില്ല, മരണം ഉറപ്പാണ്. അങ്ങനെയുള്ളവരെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വളരെ ദൂരെയുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാർഡുകളിലൊക്കെ താമസിപ്പിച്ച് ചികിത്സിച്ചിരുന്നൊരു കാലം നമുക്കുണ്ട്. ആ കാലഘട്ടത്തിലാണ് ചങ്ങമ്പുഴയ്ക്ക് TB എന്ന് പറയുന്ന അസുഖം വരുന്നത്. ചങ്ങമ്പുഴ എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ, കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ എഴുത്തുകാരനാണ്. പക്ഷേ ചങ്ങമ്പുഴയുടെ അവസാനം വളരെ മോശമായ അവസ്ഥകളിലൂടെയാണ് കടന്നുപോയത്. ചങ്ങമ്പുഴയെ ചികിത്സിക്കാനായിട്ട് പണമില്ലായിരുന്നു. ഇപ്പം ചങ്ങമ്പുഴയുടെ ഒരു സുഹൃത്ത് ഒരു പത്രത്തിൽ ഒരു കോളം എഴുതി, ചങ്ങമ്പുഴ ഇങ്ങനെ വലിയ അസുഖം ബാധിച്ചു കിടക്കുകയാണ്, ചങ്ങമ്പുഴയുടെ ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചങ്ങമ്പുഴയുടെ ഈ രമണനും അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ചങ്ങമ്പുഴയെ ദൈവം പോലെ കണ്ടിരുന്ന കേരളത്തിലെ ജനങ്ങൾ മണി ഓർഡർ അയക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം CB ഷാജികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MS ലത, TS ബാബു, PK മണിക്കുട്ടൻ, CR ദിലീപ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മദ്. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലീസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രം. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രമായി. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് PA പ്രഭാവതി ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന് പതിർദീപം തെളിച്ചു. ഇക്കൊല്ലത്തെ കലണ്ടർ പ്രകാശനം പ്രസിഡന്റ് MV രാജേന്ദ്രൻ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരിക്ക് നൽകി നിർവഹിച്ചു. 2025 ഹനുമൽ ജയന്തി മഹോത്സവ ദിനത്തിലെ പ്രധാന വഴിപാടായ പുഷ്പാഭിഷേകത്തിൻ്റെ ആദ്യ രസീത് ബ്രഹ്മശ്രീ അരുൺ സുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിൽ നിന്നും ഉത്സവത്തിൻ്റെ ജനറൽ കൺവീനർ CG ഗോപകുമാർ ഏറ്റുവാങ്ങി. ബ്രഹ്മശ്രീ ഡോക്ടർ BK അശോക് കുമാർ, അരുൺ സുബ്രഹ്മണ്യം, സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പരാതി പരിഹാര അദാലത്ത് ആലപ്പുഴ ജില്ലയിൽ വെള്ളിയാഴ്ച ആരംഭിക്കും. ആദ്യ അദാലത്ത് ചേർത്തല താലൂക്കിൽ ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന് പ്രണാമം. സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച മഹാനായ നേതാവാണ് മന്നത്ത് പത്മനാഭൻ.
മന്നത്ത് പത്മനാഭന്റെ 148-ാം ജയന്തി ആഘോഷം ചങ്ങനാശ്ശേരിയിൽ നടന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പരിഷ്കരണത്തിലേക്ക് നയിച്ച വിപ്ലവകാരിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് രമേശ് ചെന്നിത്തല. ആലപ്പുഴ കാട്ടൂരിൽ മുഖംമൂടി ആക്രമണം. പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ അടിച്ചു വീഴ്ത്തി ബോധം കെടുത്തി കെട്ടിയിട്ടു. മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം തുടരുന്നു. KPSCയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. 5 നാൾ നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 75 പേർ ചേർന്ന് തിരിതെളിച്ചതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ജനുവരി 4, 5 തീയതികളിലായി ആലപ്പുഴയിൽ 3 വേദികളിലായി 11 ഇനങ്ങളിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.